ഒരിക്കൽ മദീനത്തെ പള്ളിയില് മദീനത്തെ കോടതിയില് കേസ് കേട്ടുകൊണ്ടിരിക്കുക അമീറുൽ മുഅ്മിനീൻ രണ്ടാം ഖലീഫ. അപ്പോഴാണ് ഒരു പെണ്ണ് അപ്രതീക്ഷിതമായി സദസ്സിലേക്ക് ഉമർ ഫാറൂഖിന്റെ മജ്ലിസിലേക്ക് ഒരു പെണ്ണ് കയറി വന്നു. പൊക്കത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാ എന്താ നിന്റെ സങ്കടം? ആ പെണ്ണ് പറഞ്ഞപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ നിന്റെ സങ്കടം. പെണ്ണ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്റെ ഈ ഒക്കിലിരിക്കുന്ന കുട്ടിയുണ്ടല്ലോ, കുഞ്ഞ്, ഈ കുഞ്ഞ് നിങ്ങളുടെ മകന്റെ കുട്ടിയാണ്, അതായത് നിങ്ങളുടെ പേരക്കുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഹദീസ് പണ്ഡിതൻ, അല്ലാഹുവിന്റെ റസൂൽ യാ ബുനയ്യ ലാ തൻസാനി യുസീകും ബിദുആ എന്ന് ഉംറക്ക് പോകുന്ന സമയത്ത് റസൂലുള്ളാഹി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മകനോ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമർ ഫാറൂഖിന്റെ മൂത്ത മകൻ. ഉമർ ഫാറൂഖ് ചോദിച്ചു, പെണ്ണെ എന്റെ മകന്റെ കുട്ടിയോ? അതെ, നിങ്ങളുടെ മകന്റെ കുട്ടി വ്യഭിചരിച്ച് എന്നെ നിങ്ങളുടെ മകൻ വ്യഭിചരിച്ചിട്ട് അതിലുണ്ടായ കുട്ടിയാണ് ഈ കുട്ടി. ഉമർ ഫാറൂഖ് ചോദിച്ചു, ഏത് മകൻ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണോ? അല്ല, ഇന്നാലിന്റെ മകൻ, പേരങ്ങ് പറഞ്ഞു. ഉമർ ഫാറൂഖ് ഉടനെ തന്നെ വായ അടക്കല്ല ചെയ്തത്, സഹാബത്തിനോട് പറയാ അവളെ പുറകു വശത്തിൽ വിളിച്ചുകൊണ്ടിട്ട് എന്തെങ്കിലും ചില്ലറ കൊടുത്ത് വേഗം ഒഴിവാക്കി, പുലിവാലി പോട്ടെ എന്നല്ല പറയണത്. ആരെവിടെ? പട്ടാളക്കാരോട് വരാൻ പറഞ്ഞു. തന്റെ ആരോപണ വിധേയനായി ആ മകനെ കൊണ്ടുവരാൻ പറഞ്ഞു കോടതിയിൽ. ഉമർ ഫാറൂഖിന്റെ മകൻ വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണം കഴിക്കുക. പട്ടാളക്കാര് പറഞ്ഞു, ഖലീഫ വിളിക്കുന്നുണ്ട്. ഭക്ഷണപാത്രത്തിൽ നിന്ന് കൈ കഴുകി നീച്ചു. ഉമർ ഫാറൂഖ് വാപ്പാടെ മുമ്പിൽ വന്നു. വാപ്പ എന്താ? ആ നിൽക്കുന്ന പെണ്ണിനെ നീ അറിയോ? അറിയും. ആ കുട്ടിയെ അറിയോ? അറിയും. ഏതാ കുട്ടി? എന്റെ കുട്ടി. ഏതാ പെണ്ണ്? ഞാൻ വ്യഭിചരിക്കപ്പെട്ട പെണ്ണാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിവാഹിതൻ വ്യഭിചരിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താ ഇസ്ലാമില്? 100 അടി, പിന്നെ നാട് കടത്തുക. അത് നടപ്പാക്കാൻ പറഞ്ഞു. വിവാഹം കഴിച്ചവൻ വ്യഭിചരിച്ചാലോ എറിഞ്ഞെന്ന് കൊല്ലണം. അപ്പോഴാണ് നമുക്ക് ചോദ്യം വരുന്നത്, അങ്ങനെ കണ്ട ആൾക്കാരൊക്കെ എറിഞ്ഞു കൊല്ലുകയാണെങ്കിൽ ഇപ്പോ വ്യഭിചരിക്കുന്നവരെ മുഴുവൻ എറിഞ്ഞു കൊന്നാൽ പിന്നെ നാട്ടില് എല്ലാരും കൊല്ലേണ്ടി വരും, ആരും ഉണ്ടാവില്ല നല്ലൊരു എന്നൊരു ചോദ്യം. ആ ചോദ്യമേ അപ്രസക്തമാണ്. കാരണം ഒരാളെ കൊല്ലേണ്ടി വരുള്ളൂ, മാക്സിമം ഒരാൾ. ശരിക്കും നമ്മുടെ നാട്ടിൽ പരസ്യമായിട്ട് വിചാരണ ചെയ്ത് കോടതി കൊല്ലേണ്ടത് പരസ്യ ശിക്ഷ നടപ്പാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ നുഴഞ്ഞു കയറി വന്ന ബോംബെ താജ് ഹോട്ടലിൽ 160 മനുഷ്യന്മാരുടെ ജീവഹാനി നടത്തിയ 10 ഭീകരന്മാരിൽ ഒരാളെന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനിയായിരുന്ന മുഹമ്മദ് അൽ കസബിനെ ഇന്ത്യയിലെ ജയിലിൽ രഹസ്യമായി തൂക്കിക്കൊന്നു. ആരെയും കാണിച്ചില്ല. എന്തിനാണത്? അത് ലൈവായി കാണിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിലെ പാർലമെന്റ് മന്ദിരത്തെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മുഹമ്മദ് അഫ്സൽ ഗുരുവിനെ രഹസ്യമായി കൊണ്ടുപോയിട്ടാണ് ജയിലിന്റെ അകത്ത് തൂക്കിക്കൊന്നത്. എന്തിനാണത്? പരസ്യമായി കൊല്ലൂ നിങ്ങൾ. അങ്ങനെ കൊല്ലുമ്പോ ഖുർആൻ പറഞ്ഞു, കൊന്നവനെ കൊല്ലുന്നതില്, കട്ടവന്റെ കൈമുറിക്കുന്നവര്, കൊന്നവനെ കൊല്ലുന്നതില് ജനങ്ങളെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ജീവനുണ്ട്, ജീവിതമുണ്ട്. ഒരാളെ കൊന്നവനെ കൊല്ലുന്നത് കാണുമ്പോ പിന്നെ മറ്റുള്ളവരാരും കൊല്ലാൻ പോകില്ല. അതുകൊണ്ട് ശിക്ഷകളൊക്കെ പരസ്യമായി നടപ്പാക്കണം എന്നാണ് ഇസ്ലാമിന്റെ പോളിസി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിടിച്ചു കെട്ടുക മദീന പള്ളിയുടെ തൂണിന്റെ മുകളിൽ. സഹാബത്തിൽ കൊണ്ടുപോയി കൈ പിടിച്ചു കെട്ടി. ഒരു പട്ടാളക്കാരുടെ കയ്യിൽ ഒരു ചാട്ടവാറ് കൊടുത്തു. അടിക്കുക ഉമറിന്റെ മകന്റെ പുറത്ത്. അടി അങ്ങ് തുടർന്നു. അടി തുടർന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ മകൻ നിന്നുകൊണ്ട് വിയർക്കുകയാണ്, നിലവിളിക്കുകയാണ്, കരയുകയാണ്, പറയുകയാണ്, പിതാവേ, അടിയുടെ കാഠിന്യം സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ പുറത്തുനിന്ന് രക്തം ഒഴുകി ഒലിക്കുകയാണ്, എനിക്കാണെങ്കിൽ ദാഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പരവശനാണ്, അതുകൊണ്ട് കനിവ് കാണിക്കണം പിതാവേ. അടിയൊന്ന് നിർത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം തന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടിക്കാൻ തയ്യാറാണ്, അടികൊണ്ടോളാം, അതുകൊണ്ട് എന്നെ അടിയൊന്ന് നിർത്തി എനിക്കിടയ്ക്കിടയ്ക്ക് വെള്ളം തരണം, ഒരു ചെറിയ എക്സ്ക്യൂസ് എനിക്ക് തന്നൂടെ എന്ന് മകൻ വാപ്പാട് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മകന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയാണ്, മോനെ,
അല്ലാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് മദീനത്തെ പള്ളിയിൽ ഇതുപോലെ വ്യഭിചാരിയെ തല്ലുന്ന ശിക്ഷയ്ക്ക് ഉമർ സാക്ഷിയായിട്ടുണ്ട്. പക്ഷേ നീ ആവശ്യപ്പെടുന്ന പോലെ റസൂലുള്ളാഹിനോട് ആ വ്യഭിചാരി ആവശ്യപ്പെട്ടില്ല. റസൂലുള്ളാഹി യാതൊരുവിധ കൺസിഡറേഷനും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് നിനക്ക് പ്രത്യേകമായ ഒരു കാര്യം ഇവിടെയില്ല. അടിയങ്ങ് തുടരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആജ്ഞ വന്നുപോയി. അടികൊണ്ട് ബോധം കെട്ട് ഉമറിന്റെ മകൻ നിലത്തി വീഴുന്നത് വരെ അടി തുടർന്നുപോയി. പുറത്തുനിന്ന് തൊലിയുടെ പാടുകൾ പിടപെടായെന്ന് ചാച്ചയുടെ മുകളിലൂടെ പൊഴുതുറങ്ങുന്നത് വരെ അടി തുടർന്നുപോയി. ഈ ഇസ്ലാമിന്റെ നിയമം ലോകത്ത് നടപ്പാക്കി കാണിച്ചു കൊടുത്ത ഉമറുൽ ഫാറൂഖ് അഴിമതിയില്ലാത്ത ഭരണം നടത്താൻ, ലോകത്തെ അഴിമതിക്കാർക്കെതിരെ ശന്തിയില്ലാത്ത സമരം നടത്തിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയാണ്. അവിടുത്തെ ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്.